ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ എൻ്റെ തയ്യൽ മെഷീനൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഞങ്ങളുടെ ഇവിടെ പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തയ്യൽ മെഷീൻ എടുത്ത് തയ്ക്കുന്ന നടക്കത്തില്ല. അപ്പോൾ കൈ കൊണ്ട് തയ്ക്കുന്നതാണ് വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതുപോലെ കട്ട് പീസ് എൻ്റെ കയ്യിലിരുന്നതെടുത്ത് ഒരു പൂ ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കണം. നമ്മുടെ ഏതളവിൽ വേണോ അതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ മടക്കി വെട്ടിയാൽ മതി. കൃത്യം ടേപ്പിൽ അളവെടുക്കണമെങ്കിൽ 3 മീറ്റർ എടുത്താൽ 3 മീറ്റർ 3 മീറ്റർ വെച്ച് 4 സൈഡും വരണം. 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ, എത്രയും വലിയ പൂവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച്. 3 5 അതിൽ കൂടുതൽ വലുതായാൽ വൃത്തികേടായിരിക്കും. 3 ആയിരിക്കും മാക്സിമം കറക്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് 5 പീസാണ് വേണ്ടിയത്. ഇപ്പം ഞാൻ 5 പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈ കൊണ്ട് സൂചി തയ്ക്കുകയാണ് ചെയ്യുന്നത്. മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ തയ്ക്കാൻ എളുപ്പമായിരുന്നു. ഇതുപോലെ നമ്മൾ ആദ്യം ഒരു ഹാഫ് മടക്കണം, രണ്ടാമത് അതിൽ നിന്ന് ഒരു മടക്ക് 4ആയിട്ട്. അപ്പോൾ ഒരു ത്രികോണം ഷേപ്പിൽ വരും. അത് എന്നിട്ട് അതിൻ്റെ അറ്റം നമ്മളിങ്ങനെ നമ്മൾ സാധാ തയ്യലില്ലേ കൈ കൊണ്ട് തയ്ക്കുന്ന അതുപോലെ തയ്ച്ചെടുത്താൽ മതി. റണ്ണിങ് സ്റ്റിച്ചാണ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ആ മടക്കി വരുന്നത് അത് സെയിം 2 അറ്റവും ഒരേ ഭാഗം വരുന്നത് പോലെ ശ്രദ്ധിക്കുക. പൂവിൻ്റെ ലീഫ് വരുന്നത് പോലെ. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇച്ചിരി സ്പേസ് വിട്ട് എടുക്കണം. അപ്പോഴേ ആ മടക്കുമ്പോൾ ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ മടക്കി കിട്ടും. നമ്മൾ ഫ്ലീറ്റ് എടുത്തതുപോലെ വരണം. ഈ അറ്റം തയ്ക്കാൻ ഇച്ചിരി പ്രയാസമാണ്, കട്ടിയുള്ളത് കൊണ്ട്. വീഡിയോയിൽ എത്രയും ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പം വീഡിയോ തന്നെ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അപ്പുവിനെ കൊണ്ടാണ് വീഡിയോ ഈ സ്ഥലമൊക്കെ എടുക്കുന്നത്. തയ്ക്കുമ്പം ഞാൻ തന്നെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പുവിൻ്റെ സഹായത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ 5 പെഡൽസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് 5ഉം നമ്മൾ ഒന്നിച്ച് ചേർക്കണം, 5 എണ്ണത്തെയും. അപ്പോൾ ഇതുപോലെ ആദ്യം 5 പെഡൽസും ഒന്നിച്ച് കോർത്തിട്ട് അറ്റം 2ഉം ഒന്നിച്ച് ചേർക്കുക. ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒത്തിരി ദിവസമായി. അതുകൊണ്ട് എഡിറ്റ് പറയാൻ വാക്കുകൾ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ 5 പെഡൽസും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 അറ്റവും കൂടെ നമ്മൾ ഒന്നിച്ച് യോജിക്കുക എന്നേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മൾ ചുടിദാറിൻ്റെ കട്ട് പീസോ ബ്ലൗസിൻ്റെ കട്ട് പീസ് വെച്ചാണേലും നമുക്ക് സാരിയുടെ ഫ്ലീറ്റിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ പൂ വയ്ക്കാം. അല്ലാതെ കീ ചെയിനായിട്ട് ഉപയോഗിക്കാം, തലയിൽ ഹെയർ ബാൻഡായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ താല്പര്യം അനുസരിച്ച് അത് റെഡിയാക്കുക എന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തയ്യൽ മെഷീൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ഉടുപ്പ് ഇത് വെച്ച് കാണിച്ചു തന്നേനായിരുന്നു. ഇതിൻ്റെ നടുക്ക് പ്ലെയിനായിട്ട് ഇരിക്കാതെ നമ്മൾ ഒരു തുണി ഇങ്ങനെ സ്റ്റോണോ എന്തെങ്കിലും മുത്തോ എന്തെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ ഇപ്പോൾ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. എൻ്റെ കയ്യിൽ ഈ മുത്താണ് കിട്ടിയത്. അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു കളറൂടെ യെല്ലോ കളർ തുണി റൗണ്ടായിട്ട് ഒട്ടിച്ചാലും മതിയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ ഈ അറ്റം കോർത്തിട്ട് കീ ചെയിനായിട്ടും യൂസ് ചെയ്യാം. നമ്മളെ കുഷി സ്ലൈഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കൊച്ചെല്ലാം ഹോസ്റ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഈ സ്ലൈഡിൽ വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ആക്ച്വലി ഈ സ്ലൈഡിൽ വെക്കരുത്. കുഷി സ്ലൈഡോ അല്ലാതെ നമ്മൾ വലിയ സ്ലൈഡുണ്ടല്ലോ അതിനകത്ത് നമുക്കിത് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. സ്ലൈഡ് ഒട്ടിക്കാൻ ഹാർഡ് ഗ്ലൂ ഗണ്ണാണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ അറിവിൽ. അല്ലാതെ ഇപ്പം ഫെവിക്വിക്കോ അങ്ങനത്തെ ഒക്കെ ഒട്ടിക്കാമായിരിക്കും. ഞാനിതാണ് അധികം യൂസ് ചെയ്യുന്നത്. അപ്പുവിന് പ്ലെയിൻ റെഡാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇത് ഒരു വൈറ്റും കൂടെ വന്നപ്പോൾ ഒരു ലുക്കുണ്ട്. ഇതുപോലെ സ്ലൈഡിലാക്കി നമുക്ക് നല്ല കൊച്ചു പിള്ളേർക്കാണെങ്കിൽ നല്ലതാണ്. ഹാൻഡ് ഗ്ലൂ ഗണ്ണാണ് ഇതിനെല്ലാം ബെസ്റ്റ്. ഇതിൻ്റെ ചെറുതും വലുതും 2 ടൈപ്പുണ്ട്.
ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് പിന്നെ ഒത്തിരി യൂസുണ്ട് ഇങ്ങനെയൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്ലൈഡായിട്ട് കുത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.